ഹായ് ചങ്കേളെ, എല്ലാവർക്കും മർഫിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുഴയ്ക്കണ്ട പരത്തണ്ട, കൊച്ചു കുട്ടികൾക്ക് പോലും ഏറെ ഇഷ്ടമുള്ള ഓവനൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് പിസ്സയാണ് ഇന്നത്തെ റെസിപ്പി. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ എന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓവനൊന്നുമില്ലാതെ ബ്രെഡ് പിസ്സ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് കണ്ടിട്ട് വരാം. ബ്രെഡ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. സാൻഡ്വിച്ചിന് കട്ട് ചെയ്യും പോലെ ഇതിൻ്റെ സൈഡ് ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമായി ഇതിൻ്റെ മുകളിൽ അല്പം പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യണം. പിസ്സ സോസ് സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. പിസ്സ സോസ് കിട്ടാൻ ഒരു മാർഗവുമില്ലെങ്കിൽ അതിന് പകരം അല്പം ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിച്ചാലും മതി. പിസ്സയുടെ ഒറിജിനായിട്ടുള്ള മണവും രുചിയും കിട്ടണമെങ്കിൽ പിസ്സ സോസ് തന്നെ ഉപയോഗിക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കമാണ് ഉപയോഗിക്കുന്നത്. കാണാൻ രസത്തിന് പല കളറുള്ള ക്യാപ്സിക്കം ഉപയോഗിക്കാവുന്നതാണ്. ഏത് ഉപയോഗിച്ചാലും ടേസ്റ്റ് സെയിം തന്നെയായിരിക്കും. ഇനി ഒരല്പം സവാള, കട്ട് ചെയ്ത സവാള ഇതുപോലെ ഇതളുകൾ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. അടുത്തതായി ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഒലീവാണ്. ഇത് ഏത് സൂപ്പർ മാർക്കറ്റിലും ലഭ്യമാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് ചിക്കനും ബീഫൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഉപയോഗിക്കണം. പിസ്സയിൽ ചേർക്കുന്ന മൊസറേല ചീസാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അവസാനമായി ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അല്പം ഒറിഗാനോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അത് ഓപ്ഷനിലാണ്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഒരു ഫ്രൈ പാനിലോ അല്ലെങ്കിൽ ഓവനിലോ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബട്ടർ പാനിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് പിസ്സ ഇതിലേക്ക് വയ്ക്കുക. ഉടനെ തന്നെ അടച്ചു വെച്ച് വേവിക്കുക. തീ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇടയ്ക്ക് തുറന്നു നോക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെ തുറന്നു നോക്കിയാൽ ചീസ് ഉരുകാതിരിക്കും. 3 മിനിറ്റ് ആയാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നീട് ഈ പാനിൻ്റെ ചൂട് കാരണം 2 മിനിറ്റ് അത് വേവാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് പിസ്സ നമുക്ക് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. പെർഫെക്റ്റായിട്ട് പിസ്സ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഓവൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതിലും നല്ല കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം മർഫിൻ. ബായ് ബായ്.